എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC എൽഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അപ്ഡേറ്റുമായാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ അപ്ഡേറ്റ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു രണ്ടോളം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോയ്ക്കും നമുക്ക് പരോക്ഷമായ പ്രതികരണം നേരിടേണ്ടി വന്നു. അതായത് തെറിവിളി വരെ നേരിടേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് വീഡിയോ ഇതായിരുന്നു: ഈ മാസം ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായും വരും. ഒക്ടോബർ മാസങ്ങളിലായി ഫിസിക്കൽ നടത്തപ്പെടും എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എടുത്തു പറയുന്ന 2ഓളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ തെറി കമൻ്റാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരെ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അവരെ ഇപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. കാര്യം നിങ്ങൾ തരുന്ന ഓരോ പൂച്ചെണ്ടുമാണ് ഇപ്പോൾ പൂമാലയായി മാറുന്നത്. ഈ ഒരു കൃത്യമായൊരു അപ്ഡേറ്റ് ലഭിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് അവർ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തിയത് കൃത്യമായ 2 പേരാണ്. അത് അങ്ങനെ തന്നെ പറയണമല്ലോ. അവർ പറഞ്ഞത്, വ്യൂസ് കൂട്ടാൻ വേണ്ടി എന്ത് അനാവശ്യവും പറയരുത് എന്ന് പറഞ്ഞൊരു ചീത്തയായിരുന്നു 2 പേരും പറഞ്ഞിരുന്നത്. അപ്പോൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയല്ല, കൃത്യമായി അറിഞ്ഞ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ലക്ഷ്യം. അന്ന് ഞാൻ കൃത്യമായും പറഞ്ഞിരുന്നു, ഈ മാസം സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ലിസ്റ്റായോ നിങ്ങളിലേക്ക് ലിസ്റ്റ് എത്തും എന്ന്. ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം ഫിസിക്കൽ ഉണ്ടാവും. നവംബർ മാസങ്ങളായി നടത്തപ്പെടും. ഒക്ടോബർ പകുതി നവംബറിലായി ഫിസിക്കൽ നടത്തപ്പെടും. തീർച്ചയായും നിങ്ങളുടെ പഠനത്തോടൊപ്പം ഫിസിക്കൽ കൊണ്ടുപോവുക എന്ന് കഴിഞ്ഞ 1 മാസമായി നിങ്ങളോടൊപ്പം ഞാൻ മുറവിളി വിളിക്കുകയാണ്. പഠനത്തോടൊപ്പം ചെറുതായെങ്കിലും ഒന്ന് ഓടിത്തുടങ്ങുക, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് ഫിസിക്കൽ ചെയ്ത് തുടങ്ങുക. ഫിസിക്കൽ പഠനത്തോടൊപ്പം തന്നെ ടൈറ്റാണ്. സമയത്ത് പോയി ഫിസിക്കൽ ചെയ്യാൻ പോയാൽ ഇഞ്ചുറി ഉണ്ടാവും, ഫിസിക്കൽ കൈ നഷ്ടപ്പെടും. മാർക്കുള്ള പലരും ഇന്ന് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നതും മാർക്കില്ലാത്ത അല്ലെങ്കിൽ മാർക്ക് താരതമ്യേന കുറവുള്ളവർ പലരും മുന്നിലേക്ക് വരുന്നതും ഈ ഒരു സാഹചര്യം കൊണ്ടാണ്. ഇന്ന് നിലവിൽ മാർക്കുള്ളവർക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ ഫിസിക്കൽ കിട്ടാതെ നല്ല മാർക്കുണ്ട്, ഫിസിക്കൽ കിട്ടിയില്ല എന്നുള്ള വ്യാജേന ജോലി കിട്ടാതെ പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നൊക്കെ നിരന്തരം ഞാൻ മുറവിളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പറഞ്ഞെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇന്ന് ഈ ദിവസം സെപ്റ്റംബർ മാസം 9-ാം തീയതി വൈകുന്നേരം PSCയുടെ ഭാഗത്തു നിന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. SAP ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. ആംഡ് പോലീസ് ബറ്റാലിയൻ SAPക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള 7 ബറ്റാലിയൻ്റെ ഷോർട്ട് ലിസ്റ്റ്, ബാക്കിയുള്ള 6 ബറ്റാലിയൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വരും. ഉറപ്പായും വുമൺ പോലീസ് ബറ്റാലിയൻ കുറച്ച് ലേറ്റാവാൻ സാധ്യതയുണ്ട്, വളരെ കുറച്ച്. അപ്പോൾ നിങ്ങളോട് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു. കാര്യം ഒരു ദിശാസൂചകം പോലെ കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്ക് മുന്നേ, 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വുമൺ CPO NCA കാറ്റഗറി, കൃത്യമായി പറഞ്ഞാൽ SSCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ, അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ചെയ്യാൻ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇനി വൈകില്ല, ഈ മാസം തന്നെ വരും എന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. കാര്യം എല്ലാവരും വിശ്വസിച്ചത് ഫെബ്രുവരിയിലായിരിക്കും ഫിസിക്കൽ. കാര്യം ഏപ്രിൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഫെബ്രുവരിയിലായിരിക്കും ഫിസിക്കൽ. അങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് വരൂ. ഇതായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഭൂരിഭാഗം കമൻറ്റും. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന് ആ വീഡിയോയിലും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, അങ്ങനെയല്ല. ഇതാണ് ഞാൻ രേഖയോടാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി SAP ബറ്റാലിയൻ എഴുതിയൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അതിൻ്റെ മാർക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും നിലവിൽ ചെറിയ രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി വെച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് പക്വതകരമല്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കൃത്യമായ ഒരു അവലോകനം കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ കൃത്യമായ ഒരു അവലോകനം എടുത്തുകൊണ്ട് ഉറപ്പായും അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായും നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുക. SAPയിൽ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ മാസം 24-ാം തീയതിക്ക് മുന്നേ ആയി തീർച്ചയായും പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ഉറപ്പായും എത്തിക്കും. പിന്നെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 4 ആഴ്ചയ്ക്ക് മുന്നേ ആയി നമ്മളൊരു കട്ട് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കട്ട് ഓഫ് റേഞ്ച് പ്രവചിച്ചുകൊണ്ടുള്ള. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി വരുന്ന മാർക്ക് റേഞ്ചും അതുമായി എത്ര സാമ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ചിലപ്പം ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. എങ്കിൽ പോലും
തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഉപകാരപ്പെടും. ആ ഒരു വീഡിയോ കാണാത്തൊരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതും പരിശോധിക്കാം. കാര്യം ഇവരിങ്ങനെ തള്ളിയിട്ട് പോകുന്നു, അതൊക്കെ ശരിയാണെന്ന് ഇങ്ങനെ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ കണ്ടാൽ മാത്രമല്ലേ നിങ്ങൾക്കത് ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ CPI ഈ 2024 CPI എക്സാം ബന്ധപ്പെട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടും കൃത്യമായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി ഞങ്ങൾ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കും. തീർച്ചയായും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങൾ, ആകുലതകൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൃത്യമായ സമയബന്ധമായി അതിനുള്ള മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരിക്കൽ കൂടി തീർച്ചയായും CPI ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത അപ്ഡേറ്റ്സുമായി ഉടൻ വരുന്നതുവരെ ഒരു ശുഭദിനം നേരുന്നു.